എസ് ഡെന്നി ഈ അഴിമതി വിവാദമായതിനു പിന്നാലെയാണ് ഈ കരാർ റദ്ദാക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം, അതിനു മുൻപ് ഒരു പക്ഷേ ഇത് ഇറ്റലിയിൽ കണ്ടുപിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, ഇറ്റാലിയൻ കോടതി നിയമ നടപടികൾ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ രാജ്യത്തെ പ്രതിരോധ മേഖലയ്ക്ക് തന്നെ അപകടം സംഭവിക്കുന്ന തരത്തിലുള്ള ഈ ഒരു കരാർ തുടർന്നും പോകുകയും ഇത് ഗുരുതരമായ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായി മാറുകയും ചെയ്യുകയില്ലായിരുന്നു. അവിടെയാണ് യഥാർത്ഥ പ്രശ്നം. ഇപ്പോൾ എത്ര രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായാലും ഒരു സൈനിക മേധാവി, വ്യോമസേനാ മേധാവി ഇതിന് അനുവാദം നൽകണമെങ്കിൽ എത്രത്തോളം അപകടകരമായ മൂല്യച്യുതിയാണ് ഈ മേഖലയിൽ വന്നിരിക്കുന്നത്. അതിലേക്ക് നയിച്ചത് എന്തുകൊണ്ടാണ്? ഈ പ്രതിരോധ മേഖലയെ പോലും തകർക്കുന്ന രീതിയിലേക്കുള്ള ഈ രാഷ്ട്രീയ ഇടപെടൽ അല്ലെങ്കിൽ സ്വാധീനം, സമ്മർദ്ദം ഒക്കെ വന്നത് എന്തുകൊണ്ടായിരിക്കാം? നോക്കൂ മാം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു അസാധാരണമായിട്ടുള്ള ഒരു അഴിമതി തന്നെയാണ്. നമ്മളെല്ലാവരും പറഞ്ഞ പോലെ വായുസേനയിലെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഒരു ഓഫീസർ, എയർ ചീഫ് മാർഷൽ SP ത്യാഗി, അദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തി ഇതിനകത്ത് ഇൻവോൾവ് ആയി എന്ന് പറയുമ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞ അസാധാരണമായിട്ടുള്ള ഒരു അഴിമതി കേസാണ്. ഇതിന് നേരത്തെയും ഒക്കെ ഇതുപോലത്തെ ചില ഡിഫൻസ് ഡീൽസിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഹയസ്റ്റ് ലെവലിൽ അതും നേരിട്ട് ഇടപെട്ട് അതിന്റെ സീലിംഗ്, അതായത് 6000 മീറ്റർ 4500 ഒക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും ഞാൻ കാണുന്നത് ഇത് ഒരു വ്യക്തി മാത്രമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അവിടാണ് നേരത്തെ മാഡം ചോദിച്ച പോലത്തെ ഇത് എത്രമാത്രം പ്രഷർ പുറത്തുനിന്ന് വന്നിട്ടുണ്ടാവാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം തീർച്ചയായിട്ടും ആ ലെവലിലൊക്കെ എത്തുന്ന ഓഫീസേഴ്സ് ഇതിലൊക്കെ എന്താ പറയുക, ഈ ഒരു പ്രഷേഴ്സ് ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ശേഷിയുള്ള ആളുകളാണ് അവിടെ വരുന്നത്. അത്രമാത്രം ക്യാരക്ടർ ഒക്കെ ഉള്ളവരാണ് അവിടെ എത്തുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ സമൂഹത്തിൽ നിന്നാണ് എല്ലാവരും വരുന്നത്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള സമൂഹത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ സൈന്യത്തിന്റെ ഉള്ളിലും ചില സമയത്ത് ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ അതൊരു എക്സെപ്ഷൻ മാത്രമാണ്, ഒരു അബറേഷൻ മാത്രമാണ് എന്ന് മാത്രമാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം അത് എത്ര ഓഫീസേഴ്സ് അവരുടെ സ്വന്തം ജീവൻ കൊടുത്താലും ശരി, സ്വന്തം കരിയർ കൊടുത്താലും ശരി, അവർ ആ ഒരു തെറ്റായ രീതിയിലേക്ക് പോകാതെ ഇരിക്കാൻ നമ്മൾ നേരിട്ട് അറിയാവുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അബറേഷൻ ആണ്. അതൊരു ആ ഒരു അബറേഷനിൽ തീർച്ചയായിട്ടും നമ്മൾ അന്ന് അത് കഴിഞ്ഞിട്ടും കുറെ അനാലിസിസ് ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച്, എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു സംഭവം പാടില്ലായിരുന്നു. കാരണം രാഷ്ട്ര സുരക്ഷയെ നേരിട്ട് എഫക്ട് ചെയ്യുന്നത് തന്നെയാണ്. കാരണം ഈ ഒരു VVIP ഹെലികോപ്റ്റേഴ്സ് ആണ് ഇതിനകത്ത് പറക്കുന്നത്. പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് അല്ലെങ്കിൽ ചീഫ്, അങ്ങനെയുള്ള ആളുകളാണ്. അപ്പം ആ ഒരു വ്യക്തിയുടെ ഒരു ജീവനെ വെച്ചിട്ടുള്ള ഒരു പാരാമീറ്റേഴ്സിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അതൊരു നല്ലൊരു കീഴ്വഴക്കം അല്ലെങ്കിൽ നല്ലൊരു രീതിയും അല്ല. അവിടാണ് ഈ ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് മറ്റു അഴിമതിക്കാട്ടിയും മാറി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പീരിയഡ്, അതായത് ആ ഒരു 10 year പീരിയഡിൽ നമുക്ക് ധാരാളം തിരിച്ചടികൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇൻഫാക്ട് ഞാൻ കാണുന്നത് ഈ ഒരു അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഡീൽ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഒരു, ബിക്കോസ് അതൊരു VVIP ഹെലികോപ്റ്റേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടി, ഹെലികോപ്റ്റേഴ്സിന് വേണ്ടി മാത്രമാണ്. പക്ഷെ അതിനൊക്കെ മുകളിൽ നമുക്ക് ധാരാളം ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. അതും അഴിമതിയുടെ ഭാഗമായിട്ട് തന്നെ പലപ്പോഴും അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുക, അല്ലെങ്കിൽ അഴിമതി നടക്കും എന്ന് വെച്ചുകൊണ്ട് ഡിസിഷൻ എടുക്കാതിരിക്കുക. അങ്ങനെ ഈ ഒരു അഴിമതി ഡിഫൻസ് ഡീൽസിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഷ്ട്ര സുരക്ഷയെ ഡയറക്റ്റ് ആയിട്ട് ബാധിച്ച കുറെ ഡിസിഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എയർഫോഴ്സിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ നമുക്കൊരു മിനിമം ഒരു 42 സ്ക്വാഡൻസ് വരെ വേണം. രണ്ട് അഡ്വേഴ്സറീസിനെ ഒരേ സമയത്ത് നമുക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ, ഒന്ന് ചൈനയും പാകിസ്ഥാനും, ഏകദേശം 42 സ്ക്വാഡൻസ് ആണ്. പക്ഷേ വർഷങ്ങളോളം ഡിസിഷൻ എടുക്കാതിരിക്കുകയും പഴയ എക്യുപ്മെന്റ്സിനെ പുതിയ രീതിയിലേക്ക് മാറ്റാതിരിക്കാൻ കാരണം നമ്മൾ ആ സ്ക്വാഡ്രൺ ലെവലിൽ വളരെ താഴ്ന്ന് വന്നു, ഡേഞ്ചറസ്ലി ലോ എന്ന് പറയുന്ന പോലത്തെ രീതിയിലേക്ക് മാറി. അതുകൊണ്ടാണ് പിന്നീട് നമുക്ക് റഫാൽ യുദ്ധവിമാനം നേരിട്ട് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇടപെട്ട് കൊണ്ടുപോയിട്ട് മാത്രമാണ് നമുക്കറിയാം ഗൽവാൻ യുദ്ധത്തിന്റെയൊക്കെ ആ ഒരു കോൺഫ്ലിക്ട് സമയത്ത് നമുക്കൊരു ഓപ്പറേഷണൽ ബാലൻസ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അവിടെയും വലിയ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിരുന്നു. അതായത് ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ റഫാൽ യുദ്ധവിമാനം കൊണ്ടുവരാൻ. അവിടെയും ധാരാളം അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് സുപ്രീം കോടതി വരെ പോയിട്ട് പോലും അത് അങ്ങനൊന്നും ഇല്ല എന്ന് ക്ലിയർ ആയിട്ടുള്ള റൂളിംഗ് വന്നിരുന്നു. അപ്പൊ പറഞ്ഞു വന്നത്, ഡിഫൻസ് ഡീൽസിൽ എപ്പോഴും ഒരു അഴിമതിയുടെ ഒരു ക്ലൗഡ് എപ്പോഴും കാണും. അല്ല ശ്രീ, ഇവിടെ ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത്
ഈ അഴിമതി കഥകൾ ഇതിന് മുൻപും വന്നിട്ടുണ്ട്, ബൊഫോഴ്സിലടക്കം വന്നിട്ടുള്ളതാണ്. പക്ഷേ അപ്പോഴും ഇതിൻ്റെ ക്വാളിറ്റി അതായത് അപകടകരമായ രീതിയിൽ ഇത് ബാധിക്കത്തക്ക മാറ്റി നിർത്തിക്കൊണ്ടുള്ള അഴിമതിയാണ്. എപ്പോഴും പണമിടപാടിൽ മാത്രമാണ്. ബൊഫോഴ്സിൻ്റെ അഴിമതിയിൽ നമുക്കറിയാം അത് ക്വാളിറ്റിയുള്ള ഗണ്ണുകൾ തന്നെയായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ ഈ 6000 മീറ്റർ ഉയരത്തിൽ പറക്കേണ്ടുന്നതിനെ ഈ അഴിമതി നടത്താൻ വേണ്ടി മാത്രം, കൈക്കൂലി വാങ്ങിക്കാൻ വേണ്ടി മാത്രം അത് 4500-ലേക്ക് ഒരു വ്യോമസേനാ മേധാവി തിരുത്തണമെങ്കിൽ അതിലെ അവസ്ഥയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്. അതെന്തുകൊണ്ടാണ് അതിന് മുതിരുന്നത്? തീർച്ചയായിട്ടും അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എക്സ്റ്റേണൽ പ്രഷറാണ്. ഇപ്പൊ ആ എക്സ്റ്റേണൽ പ്രഷർ എന്തുകൊണ്ടാണെന്നുള്ളത് പൊളിറ്റിക്കലായിട്ടുള്ള അഫിലിയേഷൻസ് കൊണ്ടാവാം, അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഹെൽപ്പ് ചെയ്തത് തിരിച്ച് ഉള്ള ഒരു പ്രത്യുപകാരം എന്നുള്ള രീതിയിലാവാം, എന്തെങ്കിലും ആവാം, ഏതെങ്കിലും രീതിയിലൊക്കെ ഉള്ള വീക്ക്നെസസ് കൊണ്ടാവാം, മറ്റു കാരണങ്ങളും ഉണ്ടാവാം. അപ്പൊ അത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അബറേഷൻ മാത്രമാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ 1-2 വ്യക്തികളുടെ അന്നത്തെ ഡിസിഷൻ എടുത്തതിന് അപ്പൊ മേ ബി ഒരു ഡയറക്റ്റ് ആയിട്ട് പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാവുന്ന സമയത്ത് ആ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കറേജ് അദ്ദേഹം കാണിച്ചു കാണത്തില്ല. നമ്മളിപ്പോ ഇത് അസംപ്ഷൻസ് പറയാണ്. പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പല ഡീൽസ് നടന്നിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു പാരാമീറ്റേഴ്സ് ചേഞ്ച് മുമ്പൊന്നും നടന്നിട്ടില്ല. അത് വാസ്തവം തന്നെയാണ്. ആ പാരാമീറ്റേഴ്സ് ചേഞ്ചിലൂടെ ഡെഫിനറ്റ്ലി ഓപ്പറേഷണൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ആ ഹെലികോപ്റ്ററിന്റെ കാപ്പബിലിറ്റിയെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഒരു എയർ ചീഫ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട്, ധാരാളം കാര്യങ്ങൾ അറിയാവുന്ന വ്യക്തിയാണ്. പക്ഷെ ആ ഒരു രീതിയിലേക്ക് ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു കാരണം കാണും. ആ കാരണം നമുക്കറിയത്തില്ല എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ആ ഒരു സമയത്ത് ഹയസ്റ്റ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഹയസ്റ്റ് ആയിട്ടുള്ള എയർഫോഴ്സ് ലീഡർഷിപ്പ്, ഹയസ്റ്റ് ആയിട്ടുള്ള ബ്യൂറോക്രസി, ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഡീലിനകത്ത് നടത്തിയത്. ആ ഡീലിനകത്ത് ആരൊക്കെ എന്തൊക്കെ പങ്കുണ്ട് എന്നുള്ളതൊക്കെ ഇനി വരാനുള്ള സാധ്യതയുള്ളൂ, ഇനി വരുന്ന സമയത്ത് നമുക്ക് അറിയത്തുള്ളൂ. പക്ഷെ ഡെഫിനറ്റ്ലി ഒരു ഓപ്പറേഷണൽ പാരാമീറ്റേഴ്സ് ഇത്രയും ബ്ലേറ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും വളരെ ഓപ്പൺലി മാറ്റിയ മുൻ ഒരു ചരിത്രം ഇല്ല. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, ഇതെന്തായാലും ഒരു രാഷ്ട്രീയ ആയുധമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ BJPയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ കോൺഗ്രസ് വിമർശിച്ചത് BJPക്ക് പറഞ്ഞ സീറ്റിൽ നിന്നും തകർച്ചയുണ്ടായി, അത് അവരുടെ അഴിമതികൾ കൊണ്ടാണ്, തങ്ങളുടെ നേട്ടമാണ്, ഇനി വരുന്ന വർഷങ്ങളിലും ഈ നേട്ടം കോൺഗ്രസ് കൊയ്യും എന്നാണ്. എന്തായാലും ഇത് കൃത്യമായി പ്രയോഗിക്കാനുള്ള ഒരു ആയുധമായി തന്നെ BJP തുടർന്നും കണക്കാക്കും എന്നല്ലേ കരുതേണ്ടത്? അതിനുള്ളൊരു മുന്നോടിയായിട്ടാണോ ഈ G7 ഉച്ചകോടിക്ക് മുൻപ് തന്നെ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു നീക്കമുണ്ടായതും ഇറ്റലി ഈ നിർണായക രേഖകൾ കൈമാറിയതും? ഇതങ്ങനെ തന്നെ വേണം കരുതാൻ. ഇതിന് ഒരുപക്ഷെ നമ്മളിത് സംസാരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഡിഫൻസ് പർച്ചേസിൻ്റെ നൂലാമാലകളിലേക്ക് പോകുക എന്നതിനുപരിയായി ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫോളോ ഔട്ട് അത് വളരെ വളരെ ഗഹനമായി അവലോകനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം എല്ലാ കാലത്തും ഇന്ത്യയിലെ ഡിഫൻസ് പർച്ചേസുകളുടെ പിന്നിൽ വലിയ പുകമറകൾ ഉണ്ടായിരുന്നു, എക്കാലത്തും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ എക്കാലത്തും ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ് ബോഫോഴ്സ് ഡീൽ. അത് ബോഫോഴ്സ് ഹോവിസ്റ്റർ ഗണ്ണിൻ്റെ നിലവാരക്കുറവായിരുന്നില്ല അവിടെ വിഷയം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചില കരങ്ങൾ, അത് ഒക്ടേവിയ കൊട്രോച്ചി ആകാം, അമിതാഭ് ബച്ചൻ ആകാം, അങ്ങനെ ഇടനിലക്കാർ, നമ്മളെ ഇന്റർലോക്യൂട്ടേഴ്സ്, ഇടനിലക്കാർ, അല്ലെങ്കിൽ അവരുടെ സ്വെറ്റ് ഇക്വിറ്റി, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഒരു ഡീലിൻ്റെ പിന്നിൽ ഈ രണ്ട് വാങ്ങാൻ നിൽക്കുന്നവരെയും വിൽക്കാൻ നിൽക്കുന്നവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അന്താരാഷ്ട്ര ദല്ലാൾമാരുണ്ട്. അവരുടെ ഒരു സ്വെറ്റ് ഇക്വിറ്റി അല്ലെങ്കിൽ അവരുടെ പ്രയത്നത്തിൻ്റെ കൂലി പലപ്പോഴും പല രൂപത്തിലാണ് കൊടുക്കുന്നത്. ഇതൊക്കെ എല്ലാ കാലത്തും നടന്നിട്ടുള്ളതാണ്. അപ്പം ഡിഫൻസ് പർച്ചേസുകളൊക്കെ ശതകോടികളുടെയാണ് ഈ പർച്ചേസ്. അപ്പോൾ ബോഫോഴ്സ് വലിയ വിവാദമായി. അത് ശ്രീ രാജീവ് ഗാന്ധിയുടെ പതനത്തിൽ തന്നെ 1989 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയും രാജീവ് ഗാന്ധിയും പരാജയപ്പെടുന്നതിലെത്തി നിന്നു. അതിനുശേഷം അതേ കുടുംബത്തിൽ നിന്ന് തന്നെ സോണിയാഗാന്ധിക്ക് നേരെ ഇപ്പോൾ ആരോപണം ഉയരുകയാണ്. ഇത് ഈ ഘട്ടത്തിൽ ഞാനത് ആരോപണം എന്ന നിലയിൽ മാത്രമേ അതിനെ കാണുന്നുള്ളൂ. കാരണം ഇത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം ഇറ്റലിയിലെ ഒരു കോടതിയിൽ വന്ന ഒരു രേഖയിൽ പേര് സൂചിപ്പിക്കുന്നു എന്ന കാരണം കൊണ്ട് മാത്രം ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് ശരിയല്ല. കാരണം ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥിതി ഇത് അന്വേഷിച്ച് ന്യായമായ കാര്യങ്ങൾ കണ്ടെത്തണം. പക്ഷേ ഇവിടെ അന്തർലീനമായിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഒരു സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അപ്പം അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പബ്ലിക് മണിയാണ് ഡിഫൻസ് പർച്ചേസിന് വേണ്ടി ഉപയോഗിക്കുന്നത്, പബ്ലിക് മണിയാണ്. ഇവിടെ
ഉന്നത രാഷ്ട്രീയക്കാരാണ് നയപരമായ തീരുമാനമെടുക്കേണ്ടത്. തീർച്ചയായും ഡിഫൻസ് എക്യുപ്മെൻറ്റിൻ്റെ പർച്ചേസ് ആവശ്യമായി വരുമ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് കൊടുക്കേണ്ടത് ഈ സൈനിക വിഭാഗത്തിൽ നിന്നാണ്, കൺസേൺ മന്ത്രാലയത്തിൽ നിന്നാണ്. അവരതിന് എക്സ്പേർട്ട് കമ്മിറ്റിക്ക് വിടുകയും അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നിർദ്ദേശിക്കുകയും ചെയ്യും. അങ്ങനെ നിർദ്ദേശിച്ച സ്പെസിഫിക്കേഷൻ ഇവിടെ 6000 അടി ഉയരത്തിൽ, അതായത് 6 കിലോമീറ്റർ ഉയരത്തിൽ പറക്കാനുള്ള ഒരു ശേഷിയുള്ള ഹെലികോപ്റ്ററുകൾ അത് സൈന്യത്തിൻ്റെ കസ്റ്റഡിയിലായിരിക്കും. അപ്പോൾ സൈനിക ഉപയോഗത്തിന് പോലും ഉപയോഗിക്കാൻ പറ്റുന്നതും, എന്നാൽ ആവശ്യമെങ്കിൽ ഇന്ത്യയുടെ ഉന്നത നേതാക്കളെ, പ്രസിഡന്റിനെ, പ്രധാനമന്ത്രിയെയും ഉൾപ്പെടെയുള്ള നേതാക്കളെ ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യാനുള്ള മൾട്ടി പർപ്പസ് വെഹിക്കിൾസ് ആയിരുന്നു ഈ പറയുന്ന അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൻ്റെ വിമാനങ്ങൾ. AW101 ഇതാണ് വിമാനത്തിൻ്റെ സ്പെസിഫിക്കേഷൻ. അങ്ങനെ 12 വിമാനങ്ങൾ, ഇതിൽ 3 എണ്ണം ഡെലിവർ ചെയ്തു എന്നാണ് രേഖകളിൽ കാണുന്നത്. അതിനുള്ള പണം ഈടാക്കുകയും ബാക്കി തുക ഇന്ത്യക്ക് തിരിച്ച് വാങ്ങുകയും ചെയ്തതായിട്ടാണ്. അപ്പോൾ ഇവിടെ നഷ്ടമൊന്നും ഉണ്ടായതായി രേഖയില്ല. പക്ഷേ ഇവിടെ കിക്ക് ബാക്ക് ഇൻവോൾവ് ആണ് എന്ന് പറയുമ്പോൾ അത് രേഖകളിലാണ് കാണുന്നത്. ഈ രേഖകൾ ഒരു പക്ഷേ വെറുതെ ഒരു രേഖ ഉണ്ടാവില്ല, തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. അപ്പോൾ രേഖകൾ ഉണ്ടാവുന്നെങ്കിൽ ഇടനിലക്കാർ അതിൽ ഇൻവോൾവ് ആണ്, അത് വ്യക്തമായി അവർ ഇൻവോൾവ് ആണ് എന്ന് അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ AK ആന്റണി, സംശുദ്ധമായ പ്രതിച്ഛായുള്ള അഴിമതിയുടെ കറ പൊതുവേ പുരളാത്ത ഒരാളാണ്. ഇപ്പോൾ AK ആന്റണിയുടെ പേര് ഈ രേഖകളോടൊപ്പം കാണുന്നില്ല. പക്ഷെ അന്നത്തെ പ്രധാനമന്ത്രി മറ്റൊരു നീതിമാനായ ആളാണ്. അദ്ദേഹത്തിന് നേരെയും അഴിമതി ആരോപണങ്ങളില്ല. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഏറെ പേർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. 2ാം UPA സർക്കാർ ഒരു നിറംകെട്ട പ്രകടനമാണ്. അതുകൊണ്ടാണ് അവർ 8 നിലയിലെന്ന് തോൽക്കാനുള്ള കാരണവും അത് തന്നെയാണ്. പക്ഷേ ആന്റണിക്കും മൻമോഹൻ സിംഗിനും ഒരു ഇന്ത്യയുടെ ദേശീയ ഒരു ചിത്രത്തിൽ ഒരു പ്രതിച്ഛായയുണ്ട്. പക്ഷെ ആ കാലത്താണ് 2ാം UPA സർക്കാരിൻ്റെ കാലത്ത്, ആന്റണിയുടെ കാലത്ത് നമ്മൾ പറയുമായിരുന്നു ഡിഫൻസ് പർച്ചേസുകളെല്ലാം തലനാരിഴ കീറി എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ്, എല്ലാ പഴുതുകളും അടച്ചിട്ടാണ്, അങ്ങനെ കോഴയ്ക്കൊന്നും സാധ്യതയില്ല എന്ന് പറഞ്ഞിരുന്ന കാലത്താണ് ഇത് നടന്നിരിക്കുന്നത്. കാരണം 2010 ഡീല് ഉള്ളത്. അന്ന് ആന്റണി ഡിഫൻസ് മിനിസ്റ്ററാണ്. എന്നാൽ ഇത് ഇറ്റലിയിലെ കോടതിയിൽ ഈ വിഷയം വന്നില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇത് ഇന്ത്യയുടെ ഒരു രഹസ്യാന്വേഷണ വിഭാഗമോ അല്ലെങ്കിൽ 2014 അധികാരത്തിൽ വന്ന മോദി സർക്കാരോ ഒന്നുമല്ല ഇത് പുറത്തു കൊണ്ടുവന്നത്. ഇതിനെ ഉത്തരവിട്ടത് AK ആന്റണി തന്നെയാണ്. CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത് AK ആന്റണി. അപ്പം അന്നത്തെ UPA സർക്കാരിന് പ്രത്യേകിച്ചും നേരിട്ട് മറക്കാനൊന്നുമില്ല എന്ന് വേണമെങ്കിൽ അത് പറയാം. കാരണം അല്ലെങ്കിൽ അവർ അങ്ങനെ അന്വേഷണത്തിന് ഉത്തരവിടില്ലല്ലോ. പക്ഷെ അവിടെ അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്ന അന്ന് ഇറ്റലിയിലെ കോടതിയിൽ എന്താണ് സംഭവിച്ചത് എന്നതും ആരുടെ എല്ലാം പേരുകളാണ് അവിടെ രംഗത്ത് വന്നതും എന്നും നമുക്കറിയില്ല. ആകെപ്പാടെ അറിയാവുന്നത് അന്നത്തെ കോടതിയുടെ വെളിയിൽ വന്ന കാര്യമെന്ന് പറയുന്നത് അഗസ്റ്റ വെസ്റ്റ്ലാൻഡിൻ്റെ CEO ആകട്ടെ, അല്ലെങ്കിൽ ഫിൻ മെക്കാനിക്കായുടെ മാനേജിംഗ് ഡയറക്ടർ ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ പേരുകൾ മാത്രമാണ് അന്ന് വന്നത്. പക്ഷേ ഇവിടുത്തെ അഹമ്മദ് പട്ടേലിൻ്റെ ഉൾപ്പെടെ MK നാരായണൻ്റെ ഉൾപ്പെടെ സോണിയാഗാന്ധിയുടെ മൻമോഹൻ സിംഗിൻ്റെയും ഉൾപ്പെടെ പേരുകൾ ഒരു ഡയറിപ്പടി, ഒരു കുറിപ്പടി എന്ന രൂപത്തിൽ ഈ കേസ് പേപ്പേഴ്സിനോടൊപ്പം എൻലിസ്റ്റ് ചെയ്തിരുന്നു, അറ്റാച്ച് ചെയ്തിരുന്നു. അത് ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ന്യായമുണ്ടോ, സത്യമുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന് സംശയത്തിന് അതീതമായ ഒരു പ്രോസസ് ആകണമല്ലോ. അങ്ങനെയെങ്കിൽ എവിടെയാണ് ഇടനില വന്നത്? അതിൻ്റെ പണം എവിടെയാണ് വന്നത്? ഈ പണം ആക്ച്വലി കൈമാറിയിട്ടുണ്ടോ? അതോ രേഖകളിൽ കാണുന്ന കൊടുക്കും എന്ന് പറഞ്ഞ പണമാണോ? അതോ കൈമാറപ്പെട്ട പണമാണോ? കൈമാറിയിട്ടുണ്ടെങ്കിൽ ഏത് അക്കൗണ്ടിലേക്കാണ് വന്നത്? എങ്ങനെയാണ് ആ പണം റൂട്ട് ചെയ്തത്? ഇതെല്ലാം അന്വേഷിച്ച് കണ്ടെത്താൻ നിലവിലുള്ള CBIയുടെയും നിലവിലുള്ള EDയുടെയും കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമാണ് കരണീയമായ കാര്യം. അല്ലാതെ ഒരു കൂടുതൽ പുകമറ സൃഷ്ടിച്ച് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനോ അല്ലെങ്കിൽ വിക്ടിം കാർഡ് കളിക്കാൻ കോൺഗ്രസിനോ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ BJPക്കോ ഉള്ള അവസരമല്ല. മറിച്ച് രാജ്യത്തിന് അറിയാനുള്ള അവകാശമുണ്ട് എന്താണ് നടന്നതെന്നുള്ളത്. ആ രീതിയിലേക്ക് വേണം പാർലമെന്റിൽ വരാൻ പോകുന്ന ചർച്ചകളും ഇപ്പോൾ ലഭിച്ചു എന്ന് വരുന്ന രേഖകളും അതിനുവേണ്ടി വേണം ഉപയോഗിക്കാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, ശ്രീ KVS ഹരിദാസ്, ഒരു കുടുംബാധിപത്യം രാജ്യസുരക്ഷയെ തന്നെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ നിർണായക രേഖകൾ, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ഈ നിർണായക രേഖകൾ പുറത്തു വരുന്നതിലൂടെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. നേരത്തെ ഡിന്നി സൂചിപ്പിച്ചതുപോലെ പ്രതിരോധ മേഖലയെ സമ്മർദ്ദം ചെലുത്താൻ തക്കവണ്ണമുള്ള രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ അതേതു രീതിയിൽ അപകടകരമാകുമെന്നുള്ളതും നമ്മൾ കണ്ടതാണ്. ഇവിടെ ഒരു പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ വെറും കളിപ്പാവകളായി, അതായത് കുടുംബാധിപത്യത്തിനു മേൽ നിൽക്കുന്ന വെറും കളിപ്പാവകളായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ ഈ അഴിമതി ചൂണ്ടിക്കാട്ടുന്നത്?
ഇവിടെ ഒരു കാര്യം ഈ കേസ് ഫയൽ പരിശോധിക്കുമ്പോൾ പബ്ലിക് ഡൊമൈനിലുള്ള വിവരമാണ് പറയുന്നത്. ഈ ബിഡിങ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടല്ലോ, അതിൽ ഒരു ടെൻഡർ ക്ഷണിച്ചാൽ ദാറ്റ് ഷുഡ് ബി ഫൈനൽ. പക്ഷേ ഇവിടെ ഈ ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡിൻ്റെ കരാർ ഏറ്റെടുക്കുക, അവർക്ക് കരാർ കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ടെൻഡർ അക്സെപ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ള ബിഡേഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടി പല തവണ പല ഘട്ടങ്ങളിൽ അതിൽ അമെൻമെൻറ്റ് വരുത്തിയെന്നാണ്. അപ്പോൾ എത്രമാത്രം ക്രൂക്കറ്റായിട്ടുള്ളൊരു ഗെയിം പ്ലാൻ ആയിരുന്നു അത് നടന്നത്. ഇത് ഈ ഇന്ത്യയിലെ ഡിഫൻസ് സർവീസസിൽ നടക്കാൻ പാടുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഇന്ത്യയുടെ ഡിഫൻസ് പർച്ചേസ് സംവിധാനത്തിൽ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ സാധനം വാങ്ങുന്നതിന് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്ത കണ്ടീഷൻസ് പലവട്ടം മാറ്റുന്നു. അതിപ്പോൾ ഈ CBI കണ്ടെത്തിയിട്ടുണ്ട്. അത് ഫയലുകൾ മുഴുവൻ CBIയുടെ കയ്യിൽ സ്വാഭാവികമായിട്ടും എത്തിയിട്ടുണ്ടാകുമല്ലോ. ഞാനിത് പറയാൻ കാരണം എത്രമാത്രം ഇറസ്പോൺസിബിൾ ആയിരുന്നു ഡിഫൻസ് മിനിസ്ട്രി എന്നതിനുള്ള ഒരു സൂചനയാണ്. നമുക്ക് AK ആന്റണി മലയാളിയാണ്, അഴിമതിക്കാരനല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു നടക്കാറുണ്ട് ഇവിടെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇതൊക്കെ നടന്നത്. അത് അദ്ദേഹം അറിഞ്ഞില്ലെന്ന് പറയാൻ കഴിയുമോ? അദ്ദേഹത്തിന് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? ഇവിടുത്തെ ഡിഫൻസ് പർച്ചേസസിന്റെ തീരുമാനം എടുക്കുന്ന അത്യുന്നത സമിതിയിൽ അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് പതിയേണ്ടതല്ലേ? അതെ, അഴിമതിക്കാരനല്ല എന്ന് പറയുന്നതും അഴിമതി കണ്ടില്ല എന്ന് പറയുന്നതിനുമുള്ള വ്യത്യാസം പോലെ. അല്ല, അതിൽ ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കണ്ണടച്ചത്? അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യം, അദ്ദേഹത്തിന്റെ ഭരണ പരിചയം ഒക്കെ നമുക്കൊക്കെ ബോധ്യമുണ്ട്. അങ്ങനെ ഒരാളുടെ കീഴിൽ ഇങ്ങനെ ഒരു വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഞാൻ വിചാരിക്കുന്നത് ഈ അന്വേഷണ ഏജൻസികൾ അത് പരിശോധിക്കാൻ ഇനിയും തയ്യാറായിട്ടില്ലെങ്കിൽ എന്നതാണ്. രണ്ടാമത്തേത്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തത്. ഡിഫൻസ് പർച്ചേസിന് ഒരിക്കലും ഒരു ക്ഷാമവും ഉണ്ടായിട്ടില്ല. നമ്മുടെ പ്രതിരോധ സേനയ്ക്ക് ആവശ്യമുള്ള സാമഗ്രികൾ മുഴുവൻ വാങ്ങിക്കൊള്ളാൻ അദ്ദേഹം അനുമതി കൊടുത്തു. പക്ഷേ എല്ലാം സുതാര്യമാകും, ട്രാൻസ്പെറൻ്റ് ആകും എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. അതിനുള്ള സംവിധാനം കൊണ്ടുവന്നു. അന്താരാഷ്ട്ര ഡീലുകളിലാണ് ദല്ലാളന്മാർ പ്രത്യക്ഷപ്പെടുക. അവിടെ അദ്ദേഹം ചെയ്തത് എന്താ? നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ റഫാൽ ഡീലിൻ്റെ കാര്യത്തിലൊക്കെ ഗവൺമെൻറ്റായി ഡീല്. ഇന്ത്യ പൈസ കൊടുക്കും, അത് ഫ്രാൻസിനാണ് കൊടുക്കുന്നത്. അതിൽ ഇടനിലക്കാരനില്ലായിരുന്നു. പക്ഷെ എന്നിട്ടും റഫാലിൻ്റെ പേരിൽ ഇന്ത്യയിലുണ്ടാക്കിയ കോലാഹലം നമുക്ക് മറക്കാൻ പറ്റുമോ? കാരണം പ്രതിരോധ ഇടപാടുകൾ നടന്നാൽ കാശ് കിട്ടും എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു സമൂഹമുണ്ട്, ഒരു രാഷ്ട്രീയ കുടുംബമുണ്ട് ഇവിടെ. അവരാണ് ഇവിടെ കോലാഹലം നടത്തിയത്, ഒച്ചപ്പാടുണ്ടാക്കിയത്, സുപ്രീം കോടതി പോയത്. നരേന്ദ്രമോദിയെ എന്തെല്ലാം പറഞ്ഞ് ചൗക്കിദാർ ചോർഹെ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചത് നമ്മൾ കേട്ടിട്ടില്ല ആ കാലഘട്ടത്തിൽ. അവസാനം കോടതിയുടെ മുമ്പിൽ മാപ്പും പറഞ്ഞു. അപ്പൊ അത്രയ്ക്ക് തരം താണ രാഷ്ട്രീയം കൈയാളുന്ന ഒരു പശ്ചാത്തലമുള്ള കുടുംബം തലപ്പത്തിരിക്കുമ്പോ ഇതിനപ്പുറം നടക്കും. ഒരു രാജ്യത്തിന്റെ ഗതികേടാണ്, ഒരു സംശയമില്ല. അതിൽ നിന്ന് നമ്മൾ ഇന്ന് മോചിതരായിട്ടുണ്ട്. പക്ഷെ പഴയ കാലത്ത് നടന്ന തട്ടിപ്പുകളുടെ മുഴുവൻ അടിത്തറ തോണ്ടണം, അത് മുഴുവൻ പുറത്തു കൊണ്ടുവരണം. ഇവര് ഇന്ത്യയിലും വിദേശത്തും ഒക്കെ സമ്പാദിച്ചതിന്റെ ചരിത്രം മുഴുവൻ ഇന്ത്യയിലെ ജനങ്ങൾ അറിയട്ടെ. അതിനുള്ള അവസരമായിട്ട് ഈ ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഡീലിലെ അന്വേഷണം എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാനും. അതെ, തീർച്ചയായും. എന്തായാലും എന്താണ് എന്നുള്ളതിൻ്റെ നിജസ്ഥിതി ഒരു ദിവസം മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. എന്തായാലും അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള
നിർണായക രേഖകൾ ഇറ്റലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറിയിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് ഇതിനെ ഏതു രീതിയിൽ പ്രതിരോധിക്കും എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടതും. നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.